ലോർഡ് ഗിവ് മീ സ്കോട്ട്ലൻഡ് ഓർ ഐ ഡൈ. കർത്താവെ, എനിക്ക് സ്കോട്ട്ലൻഡ് തരൂ, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്കോട്ടിഷ് ശുശ്രൂഷകനും ദൈവശാസ്ത്രജ്ഞനും നവീകരണ നേതാവും ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ സ്ഥാപകനുമായിരുന്ന ജോൺ നോക്സ് ആയിരുന്നു. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരുന്ന നവീകരണത്തിൻ്റെ ഇന്ധനമായി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മാറി. ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനമായിരുന്നു തൻ്റെ പ്രാർത്ഥനകൾ. ജോൺ നോക്സിൻ്റെ ഒരു മുദ്രാവാക്യം, വൺ മാൻ വിത്ത് ഗോഡ് ഈസ് ഓൾവേസ് ഇൻ ദി മെജോറിറ്റി. ദൈവത്തോടൊപ്പമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഭൂരിപക്ഷമാണ് എന്നതായിരുന്നു. ജോൺ നോക്സ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവസാനമായി നാം പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? നമ്മുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ദേശക്കാരുടെയും മാനസാന്തരത്തിനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ? ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി സാധാരണ ജനങ്ങളെ മാത്രമല്ല, രാജകൊട്ടാരത്തിൽ വരെ പ്രകമ്പനം കൊള്ളിച്ചു. അന്നത്തെ അധികാര കസേരയിൽ ഇരുന്നിരുന്ന മേരി രാജ്ഞി പറഞ്ഞതത്രേ, ഐ ഫിയർ ദി പ്രേയേഴ്സ് ഓഫ് ജോൺ നോക്സ് മോർ ദാൻ ഐ ഫിയർ ഓൾ ദി ആർമീസ് ഓഫ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലെ എല്ലാ സൈനിക നിരകളെക്കാൾ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയാണ്. 1572 നവംബർ 24 ജോൺ നോക്സ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഹിയർ ലൈസ് വൺ ഹു ഫിയർഡ് ഗോഡ് സോ മച്ച് ദാറ്റ് ഹി നെവർ ഫിയർഡ് ദി ഫേസ് ഓഫ് മാൻ. മനുഷ്യരെ ഒരിക്കലും ഭയന്നിട്ടില്ലാത്തതും എന്നാൽ ദൈവത്തെ വളരെയധികം ഭയപ്പെട്ടിരുന്നതുമായ ഒരാൾ ഇവിടെ വിശ്രമിക്കുന്നു. ജോൺ നോക്സ് നമുക്ക് തരുന്ന പാഠം, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു മനുഷ്യന് മറ്റാരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരികയില്ല. പ്രാർത്ഥനയുടെ ശക്തി അത്രയ്ക്ക് അപാരമാണ്. കർത്താവിനായും അവൻ്റെ രാജ്യത്തിനായും എന്തും ഏതുമായി തീരാൻ പ്രാർത്ഥനയുടെ അകമ്പടിയോടെ നാം തയ്യാറാകുന്ന പക്ഷം നമ്മുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും ദേശത്തിൻ്റെയും ഉണർവിനായി ദൈവം നമ്മെയും എടുത്തുപയോഗിക്കും. യേശു കർത്താവിനെ പറ്റി തിരുവചനം പറയുന്നത്, അവൻ പതിവ് പോലെ ഉരുമലയ്ക്ക് പോയി. എന്തിനു വേണ്ടി? രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാനായിട്ട്. പകലത്തെ ശുശ്രൂഷയ്ക്കായുള്ള ശക്തിക്കായി കർത്താവ് പിതാവിനോട് പതിവ് പോലെ പ്രാർത്ഥിച്ചിരുന്നു. ഈ ഒരു പതിവ് നമുക്കുമുണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ ദൈവവും നാമമായി തനിയെ ശേഷിക്കുന്ന സമയം പതിവായി വളർത്തിയെടുക്കട്ടെ. ഗോഡ് ഷേപ്സ് ദി വേൾഡ് ബൈ പ്രയർ. ദൈവം പ്രാർത്ഥനയിലൂടെ ലോകത്തെ രൂപപ്പെടുത്തുന്നു. നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം നാമും നമ്മുടെ ചുറ്റുപാടും മെച്ചപ്പെടും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.